ചിക്കൻ കറി വെക്കാം. നമുക്ക് 1 കിലോ ചിക്കൻ കഴുകിയെടുത്തതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയത്, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില, 1 കൊച്ചു തക്കാളി. പിന്നെ ഞാൻ ഇതിനകത്തുനിന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും, കുറച്ച് ഉപ്പും, ഇച്ചിരി ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ശകലം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കനകത്തോട്ടിടാമേ. ചിക്കനകത്തിട്ട് നമുക്കിതൊന്ന് പുരട്ടിയെടുത്തൊരു അരമണിക്കൂർ ഒന്ന് വെക്കണം. ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ. അതേസമയം നമ്മൾ ഒരു പാത്രം എടുത്ത് ഗ്യാസിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം. പേസ്റ്റാക്കിയത് വറുത്തെടുത്ത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഇച്ചിരി ഒരു 4-5 ഉലുവ ചേർക്കാം. ഉലുവ നല്ലൊരു മണത്തിന് നല്ലതാണ്. ഉലുവ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുകയാണേ, പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. വറ്റൽമുളക് പൊടി ഇടുന്നില്ല കേട്ടോ, കാരണം എരിവ് കുറച്ച് മതി. അപ്പോൾ ഇതൊന്ന് വഴണ്ട് കിട്ടുന്നിടം വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതിനകത്തോട്ട് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇട്ട് കൊടുക്കുവാണേ, മഞ്ഞൾപ്പൊടി. ഇതൊന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് അടച്ച് വെക്കുവാണ്, കാരണം ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കുവാണേ. മറ്റൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ വറക്കാൻ പോവാണേ. നമ്മുടെ ചിക്കൻ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി വറക്കാനെടുക്കുവാണേ. ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഈ സമയം നമ്മൾ വഴറ്റാൻ വെച്ച സാധനങ്ങൾ വഴണ്ട് വന്നിട്ടുണ്ട്.